ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി ഫലം അറിഞ്ഞിട്ട് 5 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഭാഗ്യശാലിക്കായുള്ള കാത്തിരിപ്പ് തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്ക് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ടിക്കറ്റ് കൈമാറാൻ ഭാഗ്യശാലി എത്തുമെന്നാണല്ലോ പ്രതീക്ഷ. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ ന്യൂ ലക്കി സെൻറ്ററിൽ വിറ്റ ടിക്കറ്റിനായിരുന്നു സമ്മാനം. ഈ മുൻ അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്വകാര്യമായി എത്താനാണ് സാധ്യത, അല്ലേ ശ്രീധർ? തീർച്ചയായും അശ്വതി, ഈ കഴിഞ്ഞ 4-5 ദിവസം എങ്ങനെ ഭാഗ്യവാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് സംശയം. കാരണം ഇത് ആരോടും പറയാതെ രഹസ്യമാക്കി വെക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 5 ദിവസത്തെ അനുഭവവും. അതിന് പ്രധാന കാരണം ഇത് തന്നെയാണ്. 5 ദിവസം ബാങ്കുകൾ പ്രവർത്തിച്ചിരുന്നില്ല. ഇന്നലെ ദേശീയ പണിമുടക്കായിരുന്നു. അതിന് മുൻപുള്ള റിപ്പബ്ലിക് ദിനം വരെയുള്ള ദിവസങ്ങളിൽ അവധികളായിരുന്നു. ഒരു 2ാം ശനിയാഴ്ചയാണ് ഫലത്തിൽ ഈ ഒരു അവാർഡ് ഈ ഒരു ബമ്പർ പ്രഖ്യാപിച്ചത്. അതിൻ്റെ നറുക്കെടുപ്പ് നടന്നത്. എന്തായാലും ഇത് എവിടെയുള്ള ആളാണ്? ഇന്നലെയും നമ്മൾ ഏറ്റവും ഒടുവിലും ഈ ഏജന്റിനോട് വിവരം അന്വേഷിച്ചപ്പോൾ യാതൊരു വിവരവുമില്ല, ഒരാളും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സുധീക്ക് വ്യക്തമാക്കിയത്. പക്ഷേ ഇന്നൊരു പക്ഷേ രംഗത്ത് വന്നേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹവും പങ്കുവെക്കുന്നുണ്ട്. ആ ഒരു ലോട്ടറി കടയെ സംബന്ധിച്ച് ഏതാണ്ട് പ്രാദേശികമായി ലോട്ടറി എടുക്കുന്ന ആളുകളാണ് അതിൽ കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവരാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലോട്ടറിയുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഏതെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ കടയിൽ കയറി വന്ന സാധനങ്ങൾ എടുക്കാനുള്ള, ഈ ഒരു ലോട്ടറി എടുക്കാനുള്ള ഭാഗ്യവാനാണല്ലോ. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഭാഗ്യം കയറി വരുന്നത് എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ഇയാൾ എവിടെ നിന്നുള്ള ആളാണ് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോട്ടറി അടിച്ച ആൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് അതിനുള്ള തുടർ നീക്കം നടത്തും. ഏതെങ്കിലും ബാങ്കുകളെ സമീപിച്ച് ലോട്ടറി കൈമാറുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ ഇന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിനും അപ്പുറത്തേക്ക് ഈ ലോട്ടറി അടിച്ചിട്ടും താനൊരു കോടീശ്വരനാണെന്ന് അറിയാതെ ഇരിക്കുന്ന ആരെങ്കിലും ആണോ ഇത് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇന്നൊരു പക്ഷേ ഇന്നത്തെ പകൽ ഈ ഒരു ഭാഗ്യവാൻ പുറം ലോകത്തെത്തും എന്ന പ്രതീക്ഷ. പുറം ലോകത്തെത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അശ്വതി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ മുൻ അനുഭവങ്ങളുണ്ട്. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഒരാളെ വെറുതെ വിടുന്ന പരിപാടി ഇല്ല. അയാളുടെ വീട്ടിൽ പോയി പണം കടം ചോദിക്കുകയും നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സമീപകാലത്തായി പല കോടീശ്വരന്മാരും ലോട്ടറി അടിക്കുന്നവരൊക്കെ ഒന്ന് പിൻവാങ്ങി രഹസ്യമായ കാര്യങ്ങൾ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന നിലയാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബാങ്കിൽ സമർപ്പിച്ചാൽ പോലും അങ്ങനെ ഒരാൾ രംഗത്ത് വന്നു എന്നതിനപ്പുറത്തേക്ക് ആരാണ് അയാൾ പ്രതികരിക്കുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഇന്നത്തെ പകൽ ഈ ബമ്പർ ലോട്ടറി, ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറിയുടെ കാര്യത്തിൽ ആ ഭാഗ്യവാനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ശരി ശ്രീത്ത്, എന്തായാലും ആ കൗതുകം നിലനിൽക്കുകയാണ്. അത് ഒരാളാണോ അതോ ഒന്നിലധികം ഭാഗ്യശാലികളുണ്ടോ? ഒരുപാട് പേർ ചേർന്ന് ടിക്കറ്റ് എടുക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതറിയാൻ ചിലപ്പോൾ ഇന്ന് പകൽ അതിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് ജി ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.